നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കമ്മീഷന് വേണ്ടിയിട്ട് സർക്കാർ ഇതുവരെ ചിലവാക്കിയത് 5 കോടി രൂപയാണ്. ഈ 5 കോടി രൂപയോളം ചിലവാക്കിയിട്ട്, അതായത് എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്നാണ് ഇത് ചിലവാക്കിയിരിക്കുന്നത് എന്നോർക്കുക. ഈ 5 കോടിയോളം ചിലവിട്ടിട്ട് ഇങ്ങനൊരു റിപ്പോർട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം ആളുകളുടെ പേരും വിവരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്? ഇതിപ്പോൾ ഈ റിപ്പോർട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, സിനിമാ മേഖലയിലെ നടിമാർക്ക് വേണ്ടിയിട്ടാണ്, അഭിനേതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനും ചാൻസ് കിട്ടാനുമൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഇരകളുടെ പേര് പറയാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആരാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്നും ആരാണ് പീഡിപ്പിച്ചതെന്നൊന്നും പറയാതെ ചുമ്മാ കാടടച്ച് വെടിവെച്ചിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ സിനിമാ മേഖലയിലുള്ള എല്ലാ നടിമാരും അവരോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള എല്ലാവരും മോശമാണെന്നും പുരുഷന്മാരിൽ കുറച്ച് പേർ നല്ലവരാണെന്നും ബാക്കിയുള്ളവർ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാനല്ലാതെ ഈ റിപ്പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് പടച്ചുവിടേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് സർക്കാരിനോട് തന്നെ ചോദിക്കേണ്ടി വരികയാണ്. ഒന്നുകിൽ നിങ്ങളിത് സത്യസന്ധമായിട്ട് ആ റിപ്പോർട്ടിലുള്ള അതേ പേരുകളും സ്ഥലവും മറ്റുമൊക്കെ വിവരങ്ങളും വെച്ചിട്ട് സത്യസന്ധമായിട്ട് അത് പ്രസിദ്ധീകരിക്കുക. ഇരകളുടെ പേര് മാറ്റിവെക്കുക. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയുടെ ശിക്ഷാ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇരകളുടെ പേര് പറയുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് ഇരകളുടെ നടിമാരുടെ പേര് നിങ്ങൾ പറയണ്ട. പക്ഷേ നടന്മാരുടെയും സംവിധായകരുടെയും ക്യാമറമാരുടെയൊക്കെ പേര് പറയണമല്ലോ. അതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരുടെ നികുതിപ്പണം എടുത്ത് 5 കോടിയോളം ചിലവഴിച്ചൊരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പേരുകളെല്ലാം വെട്ടിയതിന് ശേഷം ഒരു ഒഴുക്കം മട്ടിൽ ഒരു കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ട് ഇതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടാനും തൊടാതെ വിഴുങ്ങാനുമാണോ ഇവിടെ നികുതിദായകരായിട്ടുള്ള ജനങ്ങളുള്ളത്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ പടച്ചു വിട്ടത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം. പ്രബുദ്ധ മലയാളി, നവോത്ഥാന മലയാളി, സാക്ഷര മലയാളി എന്നൊക്കെ നാഴിക്ക് 40 വട്ടം പറയുന്ന ഈ കേരളത്തിലെ മലയാളികളെല്ലാം വിഡ്ഢികളും മണ്ണന്മാരുമാണ് എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ആരുടെ ചൊറിച്ചിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്മീഷൻ വെക്കുകയും അവസാനം ആ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുകയും പിന്നീട് വേറെ മാർഗമില്ലാതെ കുറച്ച് കാര്യം മാത്രം പുറത്തു പറയുകയും ചെയ്തത്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് സർക്കാർ തീർച്ചയായിട്ടും ബോധിപ്പിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയും ഒരാളെ വെച്ച് ഒരു കമ്മീഷൻ ഉണ്ടാക്കുകയും ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ അവസാനം പേരുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രസിദ്ധീകരിക്കേണ്ട ഒരവസ്ഥയിലും വന്നത്. തീർച്ചയായിട്ടും ഇതിനൊന്നും ഇവിടെ നികുതി അടയ്ക്കുന്ന നികുതിദായകരായിട്ടുള്ള ജനങ്ങൾ വില വെക്കരുത്, വക വെക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്കറിയേണ്ടത് ഇത്തരം അല്പമായിട്ടുള്ള കാര്യങ്ങളല്ല. അവർ പറയുന്നെങ്കിൽ സത്യസന്ധമായിട്ട് പറയണം. അല്ലാതെ ആര് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഒഴുക്കൻ റിപ്പോർട്ടല്ല വേണ്ടത്. ഇതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ഒരു വിരോധാഭാസം എന്നൊക്കെ പറയാം, ഈ ഹേമ കമ്മിറ്റി കുറച്ച് ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. ഈ ശുപാർശകളൊന്നും ഒരിക്കലും, ഇതുപോലുള്ള ഒരുപാട് കമ്മീഷനുണ്ട്, ഇവർ കൊടുക്കുന്ന ശുപാർശകളൊന്നും ഒരിക്കലും ഒരു സർക്കാർ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയ ചരിത്രമില്ല, നടപ്പിലാക്കാനും പോണില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ തന്നെ ആര് കണ്ടാലും നമുക്കറിയാം ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് ആർക്കും തോന്നുന്ന തരത്തിലുള്ള ശുപാർശകളാണ് ഈ ഹേമ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് വീണ്ടും സംശയം ഉണ്ടാകുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു കമ്മീഷൻ ഉണ്ടാക്കിയതെന്ന്. ആ കമ്മീഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്രീനിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൂടുതൽ അവസരം നൽകുക. അതിനായിട്ടിപ്പം തന്നെ നിലവിൽ സീരിയലുകൾ ഒരുപാടുണ്ട്. സീരിയലുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നായകന്മാർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, നടിമാരാണ് അതിനകത്ത് കൂടുതലും ഉള്ളത്. അത്തരം അവസരം അവിടെ തന്നെയുണ്ട്. ഇനി സിനിമയിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കാണുമോ എന്നൊന്നും ഉറപ്പില്ല. കാരണം മറിച്ച് ഒരു അനുഭവം നമുക്കില്ല. ഇടയ്ക്ക് എന്താ പറയുക, ഈ ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ത്രീപക്ഷ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് നാമമാത്രമായിട്ട് വിരലെണ്ണാവുന്ന കുറച്ച് ചിത്രങ്ങൾ ഇറങ്ങി വിജയിച്ചിട്ടൊക്കെ ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ലോകത്തെല്ലായിടത്തും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു കലാ മേഖല തന്നെയാണ് സിനിമ. അതിവിടെ മാത്രമല്ല, ഏത്
പരിഷ്കൃത രാജ്യങ്ങൾ നോക്കിയാലും ശരി ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനാൽ തന്നെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. മറ്റൊന്ന് 30% സ്ത്രീ സംവരണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് മനസ്സിലാവുന്നില്ല. നമ്മൾ കാണുന്ന സിനിമകൾ, ഇപ്പോഴത്തെ കുറച്ച് കാലത്തെ സിനിമകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സിനിമകളിലും സ്ത്രീകളിലാണ് കൂടുതൽ അഭിനയിക്കുന്നത്. അതായത് നടന്മാരെയൊക്കെ വെച്ച് കഴിഞ്ഞാലും സ്ത്രീകളാണ് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് നായികയാവട്ടെ, നായികയുടെ കൂടെയുള്ള കഥാപാത്രങ്ങളാവട്ടെ, ഇനി പാട്ട് രംഗങ്ങളിൽ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ നോക്കുക, അവർ സ്ത്രീകളായിരിക്കും കൂടുതൽ. അപ്പോൾ ഒരു സിനിമയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ സ്ക്രീനിൽ വരുന്നത് സ്ത്രീകളായിരിക്കും. അപ്പോൾ ഇവിടെ ആ 30% ഒക്കെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി നായക തുല്യമായിട്ടുള്ള കഥാപാത്രത്തിൽ വരുന്ന കേസിൽ നോക്കിയാലും നമുക്കറിയാം, ഒരു കുടുംബമൊക്കെ കാണിക്കുമ്പോൾ അവിടെ അമ്മയും സഹോദരിമാരും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഈ കഥാപാത്രങ്ങളായിട്ട് സ്ത്രീകൾക്ക് അവസരമുണ്ട്, അവസരമില്ലാതെ ഒന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചിലപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അവസരങ്ങളൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ സ്ത്രീകൾക്ക് അവസരമില്ല എന്ന് പറയുകയും അവർക്ക് 30% സംവരണം ഏർപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത് ഒരു തനി കോമഡിയായി പോയി എന്ന് പറയാനുള്ളൂ. അടുത്തത്, സിനിമയിൽ അധികാര കേന്ദ്രങ്ങളായി സ്ത്രീകളെ അവതരിപ്പിക്കുക. അത് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കഥയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു സ്ത്രീ ആയിരിക്കും പ്രധാന ശക്തിയായിട്ടുള്ള കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരും. അതല്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു പരിച്ഛേദമാണ് സിനിമ എങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ മുഖ്യമായിട്ടുള്ള അധികാര കേന്ദ്രമായിട്ട് വരില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ നമുക്ക് ആവശ്യപ്പെടണമെങ്കിലും ഒരു മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ആഭ്യന്തരമന്ത്രിയെങ്കിലും സ്ത്രീയായിട്ട് അവതരിപ്പിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇതുവരെയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അധികാര കേന്ദ്രമായിട്ടൊരു സ്ത്രീ ഈ സംസ്ഥാനത്ത് പോലും ഇരുന്നിട്ടില്ലാത്തപ്പോൾ സിനിമയിൽ അത് വേണം എന്ന് എങ്ങനെ ശഠിക്കാൻ പറ്റും? അടുത്തതായിട്ട്, ലിംഗ സമത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. അതൊക്കെ അത്യാവശ്യം സിനിമകളിലൂടെയും മറ്റുമൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇതൊക്കെ നടക്കുന്നതാണ്. ഇതൊന്നും ഈ സിനിമകളിലൂടെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. അതൊക്കെ ഈ ലിംഗസമത്വമൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് എവിടെയാണ്? അധികാര കേന്ദ്രങ്ങളിലാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ആദ്യം ഇതൊക്കെ വരുത്തേണ്ടത് എവിടെയാണ്? നിയമസഭയിലും രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെയാണ്. നിങ്ങൾ ആദ്യം അത് കാണിച്ചത്, അതിനുശേഷം സിനിമാക്കാരെ നന്നാക്കാൻ നടക്കുക. അടുത്തത്, പുരുഷത്വം എന്നാൽ അക്രമവും അഹിംസയുമല്ലെന്ന് പഠിപ്പിക്കുക. നീതിയും ജനാധിപത്യവും സഹാനുഭൂതിയും ഉള്ളതാകണം പുരുഷത്വമെന്ന് ബോധ്യപ്പെടുത്തുക. അത് അത്ര പെട്ടെന്ന് മാറുമോ എന്ന് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം, ലോക ചരിത്രം തന്നെ എടുത്താൽ അറിയാം, യുദ്ധങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. ഇതെല്ലാം സ്ത്രീകൾ തമ്മിൽ കൂട്ടമായിട്ടല്ല യുദ്ധം ചെയ്തിരുന്നത്. മിക്കവാറും ഇപ്പോഴും പിന്നെ പട്ടാളത്തിലൊക്കെ സ്ത്രീകളുണ്ട്. പക്ഷേ ഒരു 3-4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ചരിത്രമെല്ലാം പുരുഷന്മാരാണ്. അതിനകത്ത് കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതുമൊക്കെ പുരുഷന്മാരാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരപരാധികളായിട്ടുള്ള സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യുന്നതും യുദ്ധം നയിക്കുന്നതുമൊക്കെ പുരുഷ കേന്ദ്രീകൃതമായിരുന്നു. ഇനി മറ്റൊരു മതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഏതാണ്ട് മൊത്തത്തിൽ തന്നെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതൊന്നും, ഈ ശുപാർശയൊന്നും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ അതിന് തന്നെ വലിയ എതിർപ്പുകളുണ്ടാവും. പ്രത്യേകിച്ചും ഇവിടെ ഈ വഖഫ് ബോർഡ് എന്ന ഒരു സംഗതി, അതിലേക്ക് ആളെ എടുക്കുന്നത് PSC വഴി വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പോലും ആ തീരുമാനം മാറ്റി കണ്ടം വഴി ഓടേണ്ടി വന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിന് മുന്നിൽ ഹേമ കമ്മിറ്റി ശുപാർശകളെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ ഒന്നൊഴിച്ച് ബാക്കി ഒന്നും ഇവിടെ നടക്കാൻ സാധ്യതയില്ലാത്ത സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണോ ഈ 5 കോടി രൂപ ചെലവഴിച്ച് ഇങ്ങനൊരു പൊട്ട റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് ഏറ്റവും ലളിതമായിട്ട് ചോദിക്കാനുള്ളൂ. കേരളത്തിലെ ജനങ്ങളെല്ലാവരും മണ്ടന്മാരും പൊട്ടന്മാരുമാണ് എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ആ ധാരണയൊക്കെ ചുരുട്ടി പോക്കറ്റിലിട്ടേക്ക് എന്ന് തൽക്കാലം പറയുന്നുള്ളൂ.